യുപിയിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള കർഷക മാർച്ച് പുരോഗമിക്കുന്നു. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്നാണ് കർഷകരുടെ മാർച്ച് മുന്നോട്ട് നീങ്ങിയത്. പുതിയ കാർഷിക നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ട്രാക്ടറിലും കാൽനടയായും നൂറുകണക്കിന് കർഷകർ മാർച്ചിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സഭ ഉൾപ്പെടെ നിരവധി കർഷക സംഘടനകളാണ് മാർച്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ വിവരങ്ങളുമായി സ്വാതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, വല്ലാത്ത പ്രതിഷേധങ്ങൾ ഉയർത്തി തന്നെയാണ് കർഷകർ അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. ആ പഴയ കാലത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന രീതിയിലാണ് യുപിയിൽ ഇന്ന് കർഷകർ മാർച്ച് തുടങ്ങിയത്. പാർലമെന്റിലേക്കുള്ള മാർച്ച്, അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയാൽ. രാജ്യതലസ്ഥാനം വീണ്ടും ഒരു കർഷക പ്രക്ഷോഭത്തിനു കൂടി വേദിയാവുകയാണ്. ഇന്ന് 12 മണിയോടെയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ മഹാമായ ഫ്ലൈ ഓവറിൽ നിന്നും ഈ പ്രക്ഷോഭം പാർലമെന്റ് മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ പാർലമെന്റ് മാർച്ചിനെ തടയുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ബാരിക്കേഡുകളെല്ലാം അണിനിരത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ തടയുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ആ ബാരിക്കേഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. പ്രധാനമായും നിയമപരമായുള്ള മിനിമം താങ്ങുവില, അതോടൊപ്പം തന്നെ കർഷകർക്കും കർഷക കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള വായ്പകൾ, അതോടൊപ്പം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത്, ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ പ്രതിഷേധിക്കുന്ന കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ 12 മണിയോടെ മാർച്ച് ആരംഭിക്കുകയായിരുന്നു. ആ മാർച്ച് പകുതി വെച്ച് പോലീസ് തടയുന്ന സ്ഥിതി ഉണ്ടായി. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും മാർച്ചായി കർഷകർ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 2020-21 നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വലിയ താക്കീതായി തന്നെയാണ് ഈ പാർലമെന്റ് മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയിൽ ഉൾപ്പെടെ ഈ കർഷകർ അണിനിരുന്നതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ഒരു ഗതാഗത തടസ്സം കൂടി രാജ്യ തലസ്ഥാനത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ റോഡുകളിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. 4000-ഓളം പോലീസുകാരെയാണ് വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊന്നും ഈ കർഷക പ്രക്ഷോഭത്തെയോ കർഷക മാർച്ചിനെയോ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തുമുള്ള ബാരിക്കേഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും മുന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കർഷകരും സ്വീകരിക്കുന്നത്. ഇടത് കർഷക സംഘടനയായിട്ടുള്ള AAKS ഉൾപ്പെടെയുള്ള കർഷകരാണ് ഈ മാർച്ചിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും കർഷകരുടെ വലിയൊരു പ്രവാഹം ഈ കർഷക മാർച്ചിലേക്ക് ഉണ്ടാകുന്നു. തുടക്കത്തിൽ ഉള്ളതിനേക്കാൾ വലിയ ഒരു തിരക്ക് കർഷകർ ഈ ഒരു മാർച്ചിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആയിരക്കണക്കിന് കർഷകരാണ് ഇപ്പോൾ നടുറോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിനുശേഷം വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് തീർച്ചയായും പാർലമെന്റ് കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതിൽ സംശയമില്ല.